ഉത്തരേന്ത്യയിൽ നിർണായക രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നു. ബീഹാർ, മധ്യപ്രദേശ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ബി. ബീഹാറിൽ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജിവെച്ച ബങ്കിപ്പൂരിൽ തോറ്റപ്പോൾ മധ്യപ്രദേശിലെ ദാത്തിയ മണ്ഡലത്തിൽ ബി പിന്നിലാണെന്ന വാർത്തകളാണ് വരുന്നത്. ഇതിൽ ബീഹാറാണ് ബി ഞെട്ടിപ്പിക്കുന്നത്. ദാത്തിയയിൽ ഒരുപക്ഷെ അവസാന ഫലം വരുമ്പോൾ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും 14 റൗണ്ടുകളോളം അവിടെ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു എന്നതിൽ ചെറിയൊരു ഷോക്കല്ല താമരയ്ക്ക്. ഒപ്പം ബി കോട്ടയായ ബങ്കിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചാണക്യൻ 30 വർഷ ചരിത്രം തിരുത്തിയെഴുതിയെന്ന കാഴ്ചയ്ക്കും രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. ബീഹാറിലെ ബി പ്രബല ശക്തി കേന്ദ്രമായ ബങ്കിപ്പൂരിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും ജൻസൂരജ് പാർട്ടി എന്ന JSP സ്ഥാപകനും അധ്യക്ഷനുമായ പ്രശാന്ത് കിഷോറിന് പ്രതീക്ഷിച്ചതിലും വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യമായി തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ പ്രശാന്ത് കിഷോർ ബിയുടെ നീരജ് കുമാർ സിൻഹയെ ബഹുദൂരം പിന്നിലാക്കിയാണ് കുതിച്ചത്. CJP പ്രതിഷേധത്തിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ബിയുടെ ഉരുക്ക് കോട്ടയാണ് തലസ്ഥാനമായ പാട്നയുടെ ഹൃദയഭാഗത്തുള്ള ബങ്കിപ്പൂർ. ഇതുവരെ ഒരു BJP സ്ഥാനാർത്ഥിയും ഇവിടെ പരാജയമെന്തെന്ന് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അട്ടിമറിയും ബീഹാർ രാഷ്ട്രീയത്തിലെ വലിയ പ്രാധാന്യത്തോടെയാണ് വിലയിരുത്തപ്പെടുന്നത്. 31 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ BJPയുടെയും RJDയുടെയും പ്രബല സ്ഥാനാർത്ഥികളെ പിന്തള്ളി 18,953 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രശാന്ത് കിഷോറിനുള്ളത്. അന്തിമ കണക്കുകൾ വൈകാതെ വ്യക്തമാകും. BJPയുടെ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കുമെന്നാണ് BJP മന്ത്രി കൂടിയായ വിജയ് കുമാർ സിൻഹ പ്രതികരിച്ചത്. ഇവിടെ RJD സ്ഥാനാർത്ഥി രേഖ ഗുപ്ത ഏറെ പിന്നിലായി പോയെന്നതും ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ മുന്നേറുന്നത് BJP ക്യാമ്പുകളെ ഞെട്ടിച്ചിട്ടുണ്ട്. സുരക്ഷിത മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കാതെ ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം ജനം ചിന്തിക്കണമെന്ന സന്ദേശം നൽകാനാണ് BJPയുടെ ഉറച്ച കോട്ടയായ ബങ്കിപ്പൂരിൽ മത്സരിച്ചതെന്ന് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കിയിരുന്നു. മുൻനിര രാഷ്ട്രീയ തന്ത്രജ്ഞരിൽ നിന്ന് ജനകീയ നേതാവിലേക്കുള്ള പ്രശാന്ത് കിഷോറിന്റെ മാറ്റമായാവും കന്യാംഗത്തിലെ ജയം വിലയിരുത്തപ്പെടുക. ജൻസൂരജ് എന്ന പുതിയ രാഷ്ട്രീയ ബദൽ ബീഹാർ ജനത സ്വീകരിച്ചു എന്നതിന്റെ തെളിവും കൂടിയാകും ഇത്. RJDയുടെയും BJPയുടെയും പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ ജൻസൂരജിന് സാധിച്ചുവെന്നും ഈ മുന്നേറ്റം വ്യക്തമാക്കുന്നു. 1995 മുതൽ BJP തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലമാണ് ബങ്കിപ്പൂർ. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഏപ്രിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 2010 മുതൽ നിതിൻ നബീനാണ് ബങ്കിപ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 51,936 വോട്ടുകൾക്കായിരുന്നു നിതിൻ നബീന്റെ വിജയം. തുടക്കത്തിൽ BJP നിശ്ചയിച്ചിരുന്ന അഭിഷേക് കുമാർ പത്രിക പിൻവലിച്ചതിനെ തുടർന്നാണ് യുവനേതാവായ നീരജ് കുമാർ സിൻഹയെ BJP കളത്തിലിറക്കിയത്. ജൂലൈ 30 നടന്ന വോട്ടെടുപ്പിൽ 34.30% വോട്ടാണ് രേഖപ്പെടുത്തിയത്. വോട്ടെണ്ണലിന് തൊട്ടു മുമ്പ് വരെ ഭരണകൂടവും പോലീസും തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ശ്രമിച്ചെന്ന ആരോപണവുമായി പ്രശാന്ത് കിഷോർ രംഗത്തെത്തിയിരുന്നു. ബങ്കിപ്പൂർ തെരഞ്ഞെടുപ്പ് BJP ഭരണത്തിനുള്ള ജനങ്ങളുടെ മറുപടി ആയിരിക്കുമെന്ന് നേരത്തെ പ്രശാന്ത് കിഷോർ പ്രതികരിച്ചിരുന്നു. എങ്കിലും അന്നാരും ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജൻസൂരജ് പാർട്ടിക്ക് സംസ്ഥാനത്തൊട്ടാകെ 3%-ലധികം വോട്ടുകളാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ ആകെയുള്ള 243 സീറ്റുകളിൽ 238 സീറ്റുകളിലും പാർട്ടി മത്സരിച്ചിരുന്നു. എങ്കിലും ഒരു മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കാനുള്ള അവസരമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ പാർട്ടി കണ്ടത്. കോൺഗ്രസും RJDയുമാണ് ബീഹാറിലെ മറ്റു പ്രധാന പാർട്ടികൾ. RJD നേതാവ് മിസാ ഭാരതി മറ്റൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. പ്രശാന്ത് കിഷോർ BJPയുടെ ചാരനാണെന്നും ഇദ്ദേഹത്തെ ജയിപ്പിക്കാനാണ് അവർ അവിടെ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നുമാണ് അവർ ആരോപിക്കുന്നത്. ബീഹാറിന് പുറമെ മധ്യപ്രദേശിലെ ദത്തിയ, ഗുജറാത്തിലെ മഞ്ചൽപൂർ എന്നിവിടങ്ങളിലും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കോൺഗ്രസ് MLA രാജേന്ദ്ര ഭാരതിയെ അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് ദത്തിയ നിയമസഭാ സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ BJP സ്ഥാനാർത്ഥി അശുതോഷ് തിവാരിയും കോൺഗ്രസിന്റെ ഘനശ്യാം സിംഗുമായാണ് മത്സരം. മുൻ ആഭ്യന്തരമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരോത്താം മിശ്രയുടെ മണ്ഡലമാണ് ദത്തിയ. 2008 മുതൽ 2018 വരെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചെങ്കിലും 2023 തെരഞ്ഞെടുപ്പിൽ നരോത്താം പരാജയപ്പെട്ടു. ഇത്തവണ പുതിയ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതും നരോത്താം അനുയായികളെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 തവണ MLA ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഘനശ്യാം സിംഗ്. മുതിർന്ന BJP നേതാവും മുൻ MLAയുമായിരുന്ന നരോത്താം മിശ്രയ്ക്ക് സീറ്റ് നിശ്ചയിച്ചതിനെ ചൊല്ലി BJPക്കുള്ളിൽ വൻ പൊട്ടിത്തെറിയുണ്ടായിരുന്നു. തുടർച്ചയായി 3 തവണ BJP MLA ആയിരുന്ന യോഗേഷ് ഭായ് നരേന്ദ്രദാസ് പട്ടേലിന്റെ വിയോഗത്തെ തുടർന്നാണ് മഞ്ചൽപൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. BJPയുടെ ശക്തി കേന്ദ്രമായ മഞ്ചൽപൂരിൽ പാർട്ടിക്കായി മത്സരിച്ച സതീഷ് പട്ടേൽ വിജയിച്ചു.
വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു സതീഷ് ഗോവിന്ദഭായ് പട്ടേൽ. മുൻ മന്ത്രിയും ഗുജറാത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഭിഖാഭായ് റബാരിയുമായിരുന്നു എതിരാളി. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 182-ൽ 156 സീറ്റിലും വിജയിച്ച് റെക്കോർഡ് നേട്ടത്തോടെയാണ് BJP സർക്കാർ രൂപീകരിച്ചത്. എന്തായാലും BJPയെ സംബന്ധിച്ച് തങ്ങളുടെ ഉറച്ച കോട്ടയിൽ പ്രശാന്ത് കിഷോർ നടത്തുന്ന പടയോട്ടം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോളിളക്കങ്ങൾക്ക് തുടക്കമിടുമെന്ന ഭയം നന്നായിട്ടുണ്ടാകും. ജന്തർ മന്ദറിലെ CJP പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നതും ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നതിന്റെയും നാണക്കേടും ക്ഷീണവും ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. അതിനു മുന്നെയാണ് അടുത്ത പ്രഹരം ഏറ്റിരിക്കുന്നത്. ഇത് ദേശീയ രാഷ്ട്രീയത്തിലെ മാറിവരുന്ന ട്രെൻഡിന്റെ സൂചനയായാണ് പ്രതിപക്ഷം കാണുന്നത്.